പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കും. ആ വ്യക്തി എന്നോട് പറഞ്ഞു, എടാ, ജീവിതത്തിൽ അർത്ഥമൊന്നുമില്ല, അതിൽ തന്നെ അർത്ഥമൊന്നുമില്ല, അർത്ഥം നമ്മൾ കണ്ടെത്തണം എന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രകൃതിയിൽ നോക്കിയപ്പോൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ മൃഗങ്ങൾക്കും ജീവികൾക്കും എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാം. അവർക്ക് എന്ത് ഭക്ഷിക്കണം, അല്ലെങ്കിൽ എന്ത് ഭക്ഷിക്കരുത്, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉറങ്ങണ്ട, എപ്പോൾ ഇണചേരണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണ ഈ പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഉണ്ട്, പ്രകൃതിയുണ്ട്. പക്ഷെ മനുഷ്യന് മാത്രം എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മറ്റൊരു അമ്മ പരിപാലിച്ചില്ല എങ്കിൽ, വ്യക്തി പരിപാലിച്ചില്ല എങ്കിൽ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ജീവിക്കാത്ത ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരു ലക്ഷ്യം ആവശ്യമാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിൽ, ഓഷ്വിറ്റ്സിലെ ഗ്യാസ് ചേമ്പറിൽ കിടന്ന ഒരു വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ മരിക്കുന്ന അദ്ദേഹം കണ്ടു, കുറേ ആളുകൾ സർവൈവ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ സർവൈവ് ചെയ്ത ആളുകളിൽ, അതിജീവിച്ച ആളുകളിൽ ഒരാളായിരുന്നു വിക്ടർ ഫ്രാങ്കിൾ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ലോഗോ തെറാപ്പി, ദ വിൽ ഫോർ മീനിങ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും. അപ്പോൾ അതിജീവിച്ച ആളുകൾക്കെല്ലാം ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരാൾക്ക് കല്യാണം കഴിക്കാനായിരുന്നു, ഒരാൾക്ക് അവരുടെ സ്നേഹമായ അമ്മയെ കാണാനായിരുന്നു, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു പുസ്തകം എഴുതാനായിരുന്നു, അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു സ്പോർട്സ് അച്ചീവ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു അർത്ഥം, ഒരു ലക്ഷ്യം ഉള്ള മനുഷ്യരാണ് ആ ഒരു തടവറയെ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് ചേമ്പറിലേക്ക് അതിജീവിച്ച് വീണ്ടും ജീവിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു മീനിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ മീനിങ് ആർക്കും പ്രകൃത്യാ ജനിച്ചിട്ടില്ല. മനുഷ്യർക്ക്, ഓരോ കുട്ടിക്കും ജനിക്കുമ്പോൾ തന്നെ ഇത് ലഭിക്കുന്നില്ല. അവൻ കാലക്രമേണ അത് കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പരിശ്രമിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ മീനിങ് ആയിട്ട് ജീവിക്കുന്നത്, അല്ല അർത്ഥവത്തായിട്ട് ജീവിക്കുന്നത്. അല്ലാത്ത മനുഷ്യരാകട്ടെ എപ്പോഴും ഏതോ ഒരു ചിന്തയിൽ അലഞ്ഞുകൊണ്ടേയിരിക്കും. സെൻ്റ് അഗസ്റ്റിൻ, പ്രസിദ്ധനായ സെൻ്റ് അഗസ്റ്റിൻ ക്രിസ്തീനോസ്, ഒരു കത്തോലിക്ക സഭയിലെ ഒരു പ്രസിദ്ധനായ ഒരു വിശുദ്ധനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ അലിയുന്നിടത്തോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും ആത്യന്തികമായി ദൈവത്തെ, അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലേക്ക് ചേരുമ്പോഴാണ് ആത്മനിർവൃതി ഉണ്ടാകുക എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അതൊരു മീനിങ്ങാണ്, സ്പിരിച്വൽ റിയലൈസേഷൻ ഒരു മീനിങ്ങാണ്. അപ്പം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അവർ കാലാന്തരത്തിൽ നശിച്ചു പോകുമെന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിന് ഒരർത്ഥവും ഉണ്ടാവുകയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കൽ കൂടി ജീവിതത്തിലെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായാലും മതി, വലിയ ലക്ഷ്യങ്ങളായാലും മതി. ഒന്നുകിൽ പണക്കാരനാകാമെന്നായിരിക്കാം ലക്ഷ്യം, നല്ല ആഗ്രഹമാണ്. അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പുള്ള ഒരു സക്സസ്ഫുൾ ബിസിനസ് മനുഷ്യനാകാനാകാം, ഒരു വ്യവസായി ആകാനാകാം, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥകാരനാകാനാകാം, ഒരു പാട്ടുകാരനാകാനാകാം, അല്ലെങ്കിൽ ഒരു കലാകാരനാകണമെന്നാകാം, അല്ലെങ്കിൽ ഒരു വലിയ ആക്ടറാകണമെന്നാകാം. എന്ത് ആഗ്രഹവും ആ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുക, ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെയാകുമ്പം ജീവിതത്തിന് അർത്ഥമുണ്ടാകും. താങ്ക് യു.